ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ മെഷീൻസ്? ഇലക്ട്രിക്കൽ മെഷീൻസ് ഈസ് എ ഡിവൈസ് ദാറ്റ്സ് കൺവേർട്സ് എയ്തർ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഓർ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡിവൈസാണ്. ഡിവൈസസ് ദാറ്റ് കൺവേർട്സ് ഒന്നുകിൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? ജനറേറ്റർ. ഓക്കെ, ജനറേറ്റർ നമുക്ക് അറിയണ കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ കേട്ടിട്ടുള്ള ഒരു ഡിവൈസാണ് ജനറേറ്റർ. നമ്മൾ ജനറേറ്റർ എവിടെ യൂസ് ചെയ്യുക? നമ്മുടെ പവർ സ്റ്റേഷനിലൊക്കെയാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനിലാണ് നമ്മൾ എന്ത് ജനറേറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ഇൻപുട്ട് എന്താ കൊടുക്കുന്നത്? നമ്മൾ ടർബൈനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഓക്കെ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് മെക്കാനിക്കൽ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മോട്ടോർ നമുക്കറിയാം അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മോട്ടോർ. ഓക്കെ, ഒരു മെഷീനാണ്, ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ് എന്ത്? മോട്ടോർ. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക്കൽ മെഷീൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് ഓർ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ എ സി മെഷീൻസ് അതുപോലെ തന്നെ ഡി സി മെഷീൻസ്. ഓക്കെ, എ സി മെഷീൻസ് പറയുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട്. എ സി മോട്ടോറും ഉണ്ട്, അതുപോലെ എ സി ജനറേറ്ററും ഉണ്ട്. എ സി മോട്ടോറിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് വിളിക്കുക. എ സി മോട്ടോർ എന്നാണ് വിളിക്കാറില്ല. അതുപോലെ തന്നെ എ സി ജനറേറ്ററിനെ നമ്മൾ ഓൾട്ടർനേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, വിളിക്കാറ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പിലൊക്കെ ഇൻഡക്ഷൻ മോട്ടറാണ്. അതുപോലെ ഫാനിൽ, അതേപോലെ തന്നെ പല നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, അതുപോലെ എ സി ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന, അതിൽ നമ്മുടെ കാണുന്ന ഈ ജനറേറ്ററിൽ ഡീസൽ ജനറേറ്റർ കാണാറില്ലേ വീട്ടിൽ? വീട്ടിലൊക്കെ അഡീഷണൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന തിയേറ്റേഴ്സിലും അങ്ങനെ ബാക്കപ്പിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അത് എ സി ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ എ സി ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് ഡി സി മെഷീൻസ് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി മോട്ടറും ഉണ്ട്, ഡി സി ജനറേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഡി സി മോട്ടോർ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് ഒന്നും അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യാറില്ല. അധികം ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യാറ്, മെയിൻ്റെനൻസ് കൂടെ ഉണ്ട്. പക്ഷെ ഡി സി മോട്ടോഴ്സ് നമ്മൾ മിനി മോട്ടർ, നമ്മൾ ടോയ്സിലൊക്കെ കാണാനുള്ള മിനി മോട്ടർ, അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ പല ചെറുപ്പത്തിലെ മുതൽ കാണുന്ന ഒരു മെഷീനാണ് ഡി സി മോട്ടോർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഡി സി ജനറേറ്റർ പറയുമ്പോൾ അവിടെ ഡി സി ഔട്ട്പുട്ടാണ് ജനറേറ്റ് ചെയ്യുക. പക്ഷെ അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല ഈ ഡി സി ജനറേറ്റേഴ്സ്, കാരണം നമ്മൾ എ സി ആണ് അധികം യൂസ് ചെയ്യാറ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി ജനറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഡി സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ എന്തിന്റെ രൂപത്തിലാണ് ഇലക്ട്രിക്കൽ എനർജി? ഡി സി ഔട്ട്പുട്ടാണ് നമുക്ക് ഡി സി ജനറേറ്റർ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, നമ്മൾ ഇൻപുട്ട് മെക്കാനിക്കൽ എനർജി തന്നെയാണ് കൊടുക്കുക, പക്ഷെ കിട്ടുന്നത് നമുക്ക് ഡി സി ആണ് കിട്ടുക. ഓക്കെ, അതാണ് ഡി സി ജനറേറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഡി സി ജനറേറ്റേഴ്സിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ ഡി സി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡി സി ജനറേറ്റർ വരുമ്പോൾ ഔട്ട്പുട്ട് ഡി സി എങ്ങനെയാണ് കിട്ടുന്നത്? അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയാൻ പോണത്. ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവില്ല വർക്കിങ്ങിന്. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഡി സി ജനറേറ്റേഴ്സിന്റെ വർക്കിംഗ്. ഓക്കെ, പല ജനറേറ്റേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ലോയുടെ ബേസിസിലാണ് നമ്മുടെ ഏതൊരു ജനറേറ്ററും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഫാരഡേസ് ലോ പറയുന്നത്? രണ്ട് ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്? whenever a conductor is placed in a varying magnetic field or a conductor is moved in a magnetic field, an EMF or electromotive force gets induced in the conductor. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു കണ്ടക്ടർ, ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണാം, ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ, നോർത്തും സൗത്തും മാൻസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർമനന്റ് മാൻസിന്റെ ഇടയിൽ നമ്മൾ ഈ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നോർത്തും സൗത്തിലേക്കാണ് മാൻറ്റി ലൈൻസ് ഉണ്ടാവുക. ഓക്കെ, മാൻറ്റി ഫ്ലക്സിൻ്റെ ലൈൻസ് നോർത്തും സൗത്തിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടറിന് എന്ത് ചെയ്തു, കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടക്ടർ ഒന്നെങ്കിൽ കണ്ടക്ടറിന് നമുക്ക് ഈ കണ്ടക്ടർ നമ്മൾ എന്തൊരു മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഈ കണ്ടക്ടർ അപ്വേർഡ് ഡൗൺവേർഡ്സ് ഒരു മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ കണ്ടക്ടറിൽ ഒരു EMF ഒരു വോൾട്ടേജ് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫസ്റ്റ് ലോയിൽ പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ കണ്ടക്ടർ നമ്മൾ മോഷൻ ഉണ്ടോ, മോഷൻ കണ്ടില്ലേ, അടിക്ക് മുകളിലേക്ക് നമ്മൾ ഈ കണ്ടക്ടറെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക, ഈ മാഗ്നറ്റിക് ഫീൽഡിന് ലൈൻസിന് ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പോൾ എന്താവും, ഈ കണ്ടക്ടറിൽ എന്ത് ഉണ്ടാവും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി സെക്കൻഡ് ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ലോ പറയുന്നത് it states that electromagnetic induction states that magnitude of induced EMF is directly proportional to the time rate of change in magnetic flux linked with the circuit. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്, ഇത് എത്രത്തോളം മോഷന്റെ സ്പീഡ് ഈ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം, ഒരു നിശ്ചിത ടൈമിൽ നമ്മൾ എത്രത്തോളം മോഷൻ കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് EMF ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ നോക്കിയേ, ഈ പറഞ്ഞ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅/dt. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്ലക്സ്, അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യല്ലേ നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിവിടെ ഒരു കണ്ടക്ടറിന് നമ്മൾ മോഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യല്ലേ, ഫീൽഡ് ചേഞ്ച് ചെയ്യല്ലേ വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് എത്രത്തോളം നമ്മൾ ഫാസ്റ്റായി, എത്രത്തോളം നമ്മൾ കണ്ടക്ടറിന് ഫ്ലക്സ് ചേഞ്ച് ആവുന്നോ അത്രത്തോളം വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രത്തോളം നമ്മൾ ചേഞ്ച് ആക്കുന്നു അത്രത്തോളം നമുക്ക് EMF എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് E ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅/dt എന്ന് പറയുന്നത്. ഓക്കെ, d∅ പറഞ്ഞ ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അതാണ് സെക്കൻഡ് ലോ പറയണത്. അപ്പോൾ രണ്ട് ലോ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ലോന്ന് നമുക്ക് രണ്ട് ലോസ് നമുക്ക് എന്ത് മനസ്സിലാക്കും, മൂന്ന് കമ്പോണൻസ്, അതായത് ആ കണ്ടക്ടറിൽ EMF ഉണ്ടാവണ്ടേ, ആ EMF ഉണ്ടാവാൻ വേണ്ട മൂന്ന് കമ്പോണൻസ് ആണ് ഫാരഡേസ് ലോ എന്ന്. മൂന്ന് കമ്പോണൻസ് ആണ്. ഒന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം വേണം, അതുപോലെ കണ്ടക്ടേഴ്സ് വേണം, അതുപോലെ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് എ കണ്ടക്ടർ. ഓക്കെ, എന്താണ് ഇവിടെ ഈ ഫിഗറിൽ കാണാം, ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ കണ്ടക്ടർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരു കണ്ടക്ടർ നമ്മൾ റിലേറ്റീവ് മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതൊരു മോഷൻ പറഞ്ഞാൽ അപ്പോൾ ഡൗൺവേർഡ്സ് നമ്മൾ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് കമ്പോണൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, EMF കിട്ടും, കണ്ടക്ടറിൽ EMF കിട്ടും. ഓക്കെ, ഈ റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കാം, ഈ ഫീൽഡ് സ്റ്റഡിയാക്കി നിർത്തി കണ്ടക്ടറിനെ നമുക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ കണ്ടക്ടറിനെ സ്റ്റഡിയാക്കി നിർത്തി നമുക്ക് ഫീൽഡിനെ നമുക്ക് മൂവ് ചെയ്യാം. അവിടെ എന്താ പറഞ്ഞത്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഫ്ലക്സിന് ചേഞ്ച് ചെയ്യണം. നമുക്കത് ഒന്നെങ്കിൽ കണ്ടക്ടറിനെ സ്റ്റഡിയാക്കി നിർത്തി ഫീൽഡ് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫീൽഡിനെ സ്റ്റഡിയാക്കി നിർത്തി കണ്ടക്ടർ മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫീൽഡിനെയും കണ്ടക്ടറിനെയും നമുക്ക് മൂവ് ചെയ്യിക്കാം. അതിന് മോഷൻ രണ്ടും സ്പീഡ് ഓഫ് മോഷൻ ഡിഫറെൻ്റ് ആവണം കേട്ടോ. അപ്പോൾ ആ റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു EMF ഉണ്ടാകാൻ വേണ്ട മൂന്ന് കാര്യങ്ങളാണിത്. ഓക്കെ, ഇനി വർക്കിംഗ് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നോക്കിയേ ഇവിടെ, അപ്പോൾ എങ്ങനെയാണ് ഈ ജനറേറ്ററിൽ EMF ഉണ്ടാവണേ എന്ന് ആണ് നോക്കാൻ പോണേ. അപ്പോൾ അവൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു രണ്ട് മാഗ്നറ്റിക്സ് വെച്ചിട്ടുണ്ട്, നോർത്തും സൗത്തും മാഗ്നറ്റിക് പോൾസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കണ്ടക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിനെ 1 4 3 2 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. 1 4 എന്ന് പറഞ്ഞൊരു കണ്ടക്ടറാണ്, അതുപോലെ 2 3 എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ 1 4 എന്ന് പറഞ്ഞ കണ്ടക്ടർ നമ്മൾ നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ബ്ലാക്ക് സ്ലിപ്പ് റിംഗ് ഉണ്ടോ, ഇതാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ. സ്ലിപ്പ് റിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പാർട്സിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, സ്ലിപ്പ് റിംഗ് എന്ന് പറയുമ്പോൾ ഈ ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു മെഷീൻ ആണല്ലോ, ഒരു റൊട്ടേറ്റ് ചെയ്യണ ഒരു മെഷീൻ ആണല്ലോ. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീനിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ സ്ലിപ്പ് റിംഗും ബ്രഷൊക്കെ. ഓക്കെ,
കണ്ടക്ടറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് നമ്മൾ എന്ത് ഒരു പാർട്ടാണ് നമ്മളൊരു സ്ലിപ്പ് റിംഗ് എന്ന് പറയാം. അപ്പോൾ 2 സ്ലിപ്പ് റിംഗ് ഉണ്ട്, ബ്ലാക്കും ഒരു വൈറ്റും സ്ലിപ്പ് റിംഗ് ഉണ്ട്. അപ്പോൾ 1ഉം 4ഉം നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് വന്ന സ്ലിപ്പ് റിംഗിലാണ്. അതേപോലെ തന്നെ 2ഉം 3ഉം കണക്ട് ചെയ്തിട്ടുള്ളത് വൈറ്റ് പറഞ്ഞ സ്ലിപ്പ് റിംഗിലാണ് കണക്ട് ചെയ്തത്, കളർ. ഓക്കെ. അതുപോലെ 2 ബ്രഷസ് നമ്മൾ കണക്ട് ചെയ്തത്. ബ്രഷ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റഡി നിൽക്കുന്ന, അതായത് അത് മൂവബിൾ പാർട്ടല്ല, അത് സ്ലിപ്പ് റിംഗിൽ നമ്മൾ ടച്ചായിട്ട് സ്ലിപ്പായിട്ടാണ് നമുക്ക് എന്ത് ഈ സ്ലിപ്പ് റിംഗിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ബ്രഷ് വഴിയാണ്. ഓക്കെ. ഈ ലോഡിക്ക് കൊടുക്കുന്നത് ബ്രഷ് വഴിയാണ്. അപ്പോൾ എയും ബിയും പറഞ്ഞ 2 ബ്രഷസ് ഉണ്ട്. കാർബൺ ബ്രഷസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, കാരണം അതിന് തേയ്മാനം കുറവാണ്. ഓക്കെ. അതുകൊണ്ട് കാർബൺ ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. നമ്മുടെ വീട്ടിലൊക്കെ മിക്സിയുടെ ബ്രഷ് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അത് ഈ ബ്രഷാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ നോർത്തും സൗത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 ബ്രഷും നമ്മൾ എന്ത് ചെയ്യും, R1 പറഞ്ഞ ലോഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. കൺസിഡർ എ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് 1 4 and 2 3, 2 magnets bars and 2 slip rings. Okay, 2 slip rings ഉണ്ട്, 2 magnetic bars ഉണ്ട്. Okay, the conductor is placed in between 2 magnets. കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള 2 മാഗ്നറ്റിന്റെ ഇടയിലാണ്. R1 ലോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എയും ബിയും പറഞ്ഞ 2 ബ്രഷിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്ന് ജനറേറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മളൊരു AC ജനറേറ്ററിലാണെങ്കിലും DC ജനറേറ്ററാണെങ്കിലും, DC ജനറേറ്ററിൽ ബേസിക്കലി അവിടെ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്, AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിന് DC ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ഞാൻ വഴിയെ പറയാം. അപ്പോൾ ബേസിക്കലി അവിടെ AC ആണ് അവിടെ ജനറേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ 1ഉം 4ഉം 2ഉം 3ഉം നമ്മൾ എന്ത് ചെയ്യണം, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് പൊസിഷൻ 1ഉം 4ഉം 2ഉം 3ഉം പറഞ്ഞ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഈ ഫ്ലക്സ് മാക്സിമം എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പാരലൽ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി കണ്ടക്ടർ നിൽക്കുമ്പോൾ, ഇതാ പാരലൽ ആകുമ്പോൾ ഇങ്ങനെ പാരലൽ ആകുമ്പോൾ അവിടെ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് 0 ആണ്. കണ്ടക്ടറിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് 0 ആണ്, കാരണം പാരലൽ ആണല്ലോ. അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. 1ഉം 4ഉം 2ഉം 3ഉം പറഞ്ഞ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവിടെ മാക്സിമം ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ കണ്ടക്ടർ കട്ട് ചെയ്യും. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ജനറേറ്റർ ഓപ്പറേഷൻ ഫ്രം അറ്റ് ആംഗിൾ 0 ഡിഗ്രി. ഈ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ ഫ്ലക്സ് ലിങ്ക്ഡ് എന്താണ്, മാക്സിമം ആണ് അല്ലേ. 1ഉം 4ഉം 2ഉം 3ഉം പറഞ്ഞ കണ്ടക്ടർ മാക്സിമം ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഈസ് 0, കാരണം ഫ്ലക്സ് ലിങ്കേജ് സെക്കൻഡ് ലോയിൽ എന്താ പറഞ്ഞാൽ, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കണം. ഓക്കെ. ആ ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് അവിടെ നമുക്കൊരു EMF ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കണില്ല. ചേഞ്ച് സംഭവിക്കാത്തതുകൊണ്ട് അവിടെ എന്താണ്, EMF 0 ആണ്. ഓക്കെ. ഫസ്റ്റ് കണ്ടീഷനിൽ EMF 0 ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യാം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, 3 ഫിംഗർ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അതിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനാണ്. അതേപോലെ തന്നെ 4 ഫിംഗർ എന്തിനാണ്, മാഗ്നറ്റിക് ഫീൽഡിനാണ്. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ, ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ, ആ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസ് മനസ്സിലായല്ലോ. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കണ്ടില്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ സിമ്പിൾ ലൂപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ 0 to 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഫീൽഡ് ലൈൻസിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മുടെ കണ്ടക്ടർ ഉള്ളത്. ഓക്കെ. ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ കണ്ടക്ടർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് ലിങ്ക്ഡ് എന്താണ്, ലൈക്കഡ് അല്ല, ലിങ്ക്ഡ് ആണ്. ഇവിടെ N കുറവുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ലിങ്ക്ഡ് എന്താണ്, 0 ആണ്. ഓക്കെ. ഫ്ലക്സ് ഇവിടെ ലിങ്ക് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല, കാരണം പാരലൽ ആണ്. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഈസ് മാക്സിമം, കാരണം ഇവിടെ നേരത്തെ
ഫ്ലക്സ് ലിങ്ക് ആവുന്നില്ല. ഇവിടെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കണം അല്ലേ? പെർപെൻഡിക്കുലർ നിന്ന് പാരലൽ ആകുമ്പോൾ ഒരു ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കല്ലേ? ആ ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ എന്താവും, നമുക്കൊരു മാക്സിമം EMF കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ഒരു EMF നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കറണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. നമ്മളപ്പോൾ എന്താണ് ഈ കറണ്ട് ഡയറക്ഷൻ വിളിക്കുമ്പോൾ ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ചെയ്താൽ മതി. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ആയിട്ട് നമ്മൾ 4 ഫിംഗർ വെക്കുക, അതിൽ ഫോഴ്സും നോക്കുക, തമ്പ്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. എങ്ങനെ, നമുക്ക് നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷൻ ആണ് കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, അതിന് വെച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷൻ കിട്ടും. ഇവിടെ കറണ്ട് ഡയറക്ഷൻ പറയുമ്പോൾ 1 to 4 to 3, 1 to 4 to 4 to 3 to 3 to 2 അങ്ങനെയാണ്. 1 to 4 to 3 2 to 3 അങ്ങനെയാണ് ഇവരുടെ കറണ്ട് ഡയറക്ഷൻ ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? കേസ് 2 ഇതാണ് കേസ് 2. ഇനി കേസ് 3 എന്ന് പറയുമ്പോൾ ജനറേറ്റർ ഓപ്പറേഷൻ ഫ്രം 90 ഡിഗ്രി ടു 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി ടു 180 ഡിഗ്രിയിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 1ഉം 4 ആയിരുന്നു മുകളിൽ, ഇവിടെ 2ഉം 3 അടിയിലായിരുന്നു. അതുപോലെ ഇവിടെ നോക്കിയേ 2ഉം 3ഉം മുകളിലായി, അതുപോലെ 1ഉം 4ഉം എന്താണ് അടിയിലേക്കായി. അപ്പോൾ എന്താണ്, ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് മാക്സിമം ആണ്. ഈ പൊസിഷനിൽ ഫ്ലക്സ് മാക്സിമം ലിങ്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു, കാരണം പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് 0 ആണ്, കാരണം നമ്മുടെ ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്നത് 0 ആണ്. കാരണം ഈ പൊസിഷനിൽ ഫ്ലക്സ് ചേഞ്ച് ആവുന്നത് 0 ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ്, EMF ഈ പൊസിഷനിൽ നമുക്ക് 0 ആണ്. അതാണ് ഈ 180 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് EMF നോക്കി 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഇതിനെ കേസ് 4ലേക്ക് നോക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു 180 to 270 ഡിഗ്രിയിലേക്ക് നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്തായി, 1ഉം 4ഉം 2ഉം 3ഉം ഇങ്ങനെയായി. നേരത്തെ 2ഉം 3ഉം 1ഉം 4 ആയിരുന്നു, അതിൻ്റെ പൊസിഷൻ മാറി ഇപ്പോൾ 1ഉം 4ഉം 2ഉം 3 ആയി, നേരെ റിവേഴ്സായി. ഇവിടെ നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ നോക്കുമ്പോൾ ഇപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ എന്താവും നമുക്ക് കിട്ടുക, ഇവിടെ ഫ്ലക്സ് ലിങ്ക്ഡ് മിനിമം ആണ്, പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഈസ് മാക്സിമം ആണ് പറഞ്ഞു. ഈ പൊസിഷനിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആണ്. നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെ കേസ് 2 പോലെ തന്നെ അതുകൊണ്ട് EMF എന്താണ്, മാക്സിമം കിട്ടും. പക്ഷെ കിട്ടുന്ന EMF എന്താണ്, റിവേഴ്സ് പൊളാരിറ്റിയാണ്, റിവേഴ്സ് ഡയറക്ഷനിലുള്ള EMF ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, ഇനി കേസ് 5 പറയുമ്പോൾ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ്. 180 ഡിഗ്രി ടു 360 ഡിഗ്രി പറയുമ്പോൾ ജനറേറ്റർ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, അതായത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ എന്താണ്, 1ഉം 4ഉം മുകളിലായി, 2ഉം 3ഉം അടിയിലേക്കായി. അപ്പോൾ എന്താണ്, ഇവിടെ ഈ പൊസിഷനിൽ എന്താണ്, EMF 0 ആണ്. പക്ഷെ ഫ്ലക്സ് ലിങ്കേഡ് എന്താണ്, മാക്സിമം ആണ്. അതുപോലെ ഫ്ലക്സ് ലിങ്കേജ് എന്താണ്, മിനിമം ആണ് ഈ പൊസിഷനിൽ. അതുകൊണ്ട് EMF എന്താണ്, 0 ആണ്. റിവേഴ്സ് പൊളാരിറ്റി നേരെ വന്ന് 0യിലേക്ക് നിന്നു. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ജനറേറ്റർ, DC ജനറേറ്റർ ആയാലും AC ജനറേറ്റർ ആയാലും നമ്മളൊരു സിമ്പിൾ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്, AC കറണ്ട് ആണ്. അവിടെ AC ആണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ DC ഇപ്പം ഇതാണ് ഇതിൻ്റെ 5 കേസ് പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ടിന് എന്താക്കണം, DC ആക്കണം. അപ്പോൾ DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റപ്പ് ചെയ്യണം. അതാണ് നമ്മൾ എന്ത് ചെയ്യണം, DC പറയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് ആണ്, അവിടെ റിവേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഓൺലി വൺ ഡയറക്ഷനെ കറണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോളാരിറ്റി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ പറയുമ്പോൾ ഇവിടെ സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്, 2 സ്ലിപ്പ് റിംഗ്സ് ആണ്, സ്ലിപ്പ് റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുമ്പോൾ ഈ സ്ലിപ്പ് റിങ്ങിനെ നമ്മൾ 2 പീസാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ 2 പീസും നമ്മൾ ഓരോരോ ബ്രഷിലേക്ക് കണക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുമ്പോൾ, കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC DC ആക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ പറയുമ്പോൾ ആ റിങ്ങിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി, 2 പീസാക്കി സ്പ്ലിറ്റ് ആക്കി, എന്നിട്ട് 2 ബ്രഷിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഓക്കെ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ. കോയിൽ നോർത്ത് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ബ്രഷസ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ പറയുമ്പോൾ, ഒരു DC ജനറേറ്ററിന്റെ കീ കമ്പോണന്റ്, മെയിൻ കമ്പോണന്റ് ആണ് എന്ത്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അതെന്താണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ
DC ആക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് എന്ത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ജനറേറ്ററിൻ്റെ. ഓക്കെ, ഇവിടെ 2 കണ്ടക്ടർ ആയതുകൊണ്ടാണ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. 4 കണ്ടക്ടർ ആണെങ്കിൽ 4 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 10 കണ്ടക്ടർ ആണെങ്കിൽ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എത്ര കണ്ടക്ടർ ഉണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ആക്കണം, ഈ കമ്മ്യൂട്ടേറ്ററിനെ സ്പ്ലിറ്റ് ആക്കണം. ഓക്കെ, നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ കേസ് 1 ആണ്. കേസ് 1 നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 1 2 3 4 പറഞ്ഞ 2 കണ്ടക്ടേഴ്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു ലൂപ്പിൽ 2 കണ്ടക്ടേഴ്സ് ആണ് 1 2 3 4 എന്ന് പറഞ്ഞ അത് നമ്മൾ നേരെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്, ഈ റിങ്ങിനെ സ്ലിപ്പ് റിങ്ങിനെ 2 ഈക്വൽ ഹാഫ് ആക്കി ചെയ്താൽ നമുക്ക് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ കിട്ടും. ആ 2 സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ 2 ബ്രഷിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ഷനിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റർ ഓപ്പറേഷൻ ഫ്രം അറ്റ് ആംഗിൾ 0, അതായത് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ 0 ഡിഗ്രി ആണ് ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷനിൽ. ഇവിടെ എന്താണ്, ഫ്ലക്സ് മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, കണ്ടക്ടറിനെ മാക്സിമം ഫീൽഡ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് ലിങ്ക്ഡ് ഈസ് മാക്സിമം ആണ്. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച്, ഇവിടെ ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്നില്ല. കാരണം ഇനീഷ്യൽ പൊസിഷനിലായതുകൊണ്ട് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, EMF 0 ആണ്. ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചാലേ ഇവിടെ EMF ഉണ്ടാവുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്താണ്, ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് EMF എന്താണ് ഇവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്തു, ജനറേറ്റർ ഞാൻ എന്ത് ചെയ്തു, 0 to 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, നേരത്തെ പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ പൊസിഷനിലേക്കായി. അപ്പോൾ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് പാരലൽ ആണ് എന്ത്, ഈ കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടർ പാരലൽ ആണ്. 3ഉം 4ഉം 1ഉം 2ഉം പറഞ്ഞ പാരലൽ ആണ്. അതുകൊണ്ട് എന്താണ്, ഫ്ലക്സ് ലിങ്ക്ഡ് എന്താണ് മിനിമം ആണ്. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഈസ് മാക്സിമം. എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആണ്. കാരണം ആ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ആയില്ലോ, ആ ചേഞ്ച് സംഭവിച്ചല്ലോ. അപ്പോൾ അവിടെ ഫ്ലക്സ് ലിങ്കേജ്, ആ ലിങ്ക് ചെയ്യുന്ന ചേഞ്ച് എന്താണ്, മാക്സിമം ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, EMF അവിടെ ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം കണ്ടക്ടറിലെ കറണ്ട് ഉണ്ടാവുമല്ലോ. ആ കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്ത്, തമ്പ് ഹാൻഡ് റൂള് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 3 to 4 2 to 1 അങ്ങനെ ഡയറക്ഷനിലേക്കാണ് എന്താണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി കേസ് 3 പറയുമ്പോൾ ജനറേറ്റർ ഓപ്പറേഷൻ ഫ്രം 90 to 180. നമ്മൾ വീണ്ടും 90 നിന്ന് 180 ഡിഗ്രിയിലേക്ക് വീണ്ടും എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ ഇവിടെ 1ഉം 2 ആയിരുന്നു മുകളിലാണ്, പക്ഷെ ഇവിടെ ഇപ്പോൾ 3ഉം 4 ആണ് മുകളിൽ, അതുപോലെ 1ഉം 2 ആണ് അടിയിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഈ പൊസിഷനിൽ ഇവിടെ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഈസ് 0. ഇവിടെ ഫ്ലക്സ് ലിങ്കേജ് ആവുന്നില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല. ആ ചേഞ്ച് എന്താണ്, അവിടെ 0 ആണ്. ഓക്കെ, ചേഞ്ച് 0 ആയതുകൊണ്ട് അവിടെ എന്താണ്, EMF എന്താണ് 0 ആണ്. EMF അവിടെ 0 ആണ്. ഇനി വീണ്ടും ഞാൻ റൊട്ടേറ്റ് ചെയ്തു 1 to 2 3 to 4. അതായത് ഇവിടെ നേരത്തെ എന്തായിരുന്നു, ഈ ഭാഗത്ത് 3ഉം 4 ആയിരുന്നു, പക്ഷെ ഇവിടെ 1ഉം 2 ആണ്. ഇവിടെയാണ് സ്പ്ലിറ്റ് റിങ്ങിന്റെ ആവശ്യകത നമുക്ക് വരുന്നത്. കാരണം നേരത്തെ സ്ലിപ്പ് റിംഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ AC ആണ്, അതായത് റിവേഴ്സ് നെഗറ്റീവ് പോളാരിറ്റിയാണ് കിട്ടുന്നുണ്ടാവുന്നത്. പക്ഷെ ഇവിടെ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് DC തന്നെ കിട്ടും. കാരണം അവിടെ കറണ്ട് റിവേഴ്സ് ചെയ്യുന്നില്ല. ആ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ നമ്മൾ 1 to 2 നമ്മൾ ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ഷൻ തന്നെ കിട്ടുന്നത്. അതുപോലെ 3 to 4 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ഷൻ നമുക്ക് തന്നെ കിട്ടുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ കറണ്ട് ഡയറക്ഷൻ അവിടെ ഈ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കറണ്ട് ഡയറക്ഷൻ മാറുന്നില്ല അല്ലേ. പ്ലസ് നിന്ന് കണ്ടക്ടറിലേക്ക് കയറി 1 to 2 2 to 4 4 to 3 അങ്ങനെ 3 to മൈനസിലേക്ക് പോയി. ഇവിടെ ഫ്ലക്സ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുമ്പോൾ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. അവിടെ EMF മാക്സിമം ആണ്. ഹൊറിസോണ്ടൽ പൊസിഷൻ ആകുമ്പോൾ ഇവിടെ ചേഞ്ച് സംഭവിച്ചല്ലോ, മാക്സിമം ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 270 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടി.
ഇനി 270 to 360 അതായത് ഇനീഷ്യൽ പൊസിഷനിൽ ഒരു 1 സൈക്കിൾ കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ് ഫ്ലക്സ് ലിങ്ക്ഡ് ഈസ് മാക്സിമം ആണ്, പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് എന്താണ് ചേഞ്ച് സംഭവിക്കുന്നില്ല, ചേഞ്ച് 0 ആണ്. അതുകൊണ്ട് എന്താണ് 0 വോൾട്ട് ആണ്, അതുകൊണ്ട് EMF 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, DC ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു പൾസേറ്റിംഗ് DC എന്നാണ് ഇതിന് പറയുക, ഒരു കോൺസ്റ്റന്റ് DC അല്ല. പക്ഷെ നമുക്ക് റിവേഴ്സ് പൊളാരിറ്റി ഇല്ല, കാരണം ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് കിട്ടുന്നില്ല, ഇപ്പോൾ ഓൺലി പോസിറ്റീവ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ DC ഔട്ട്പുട്ട് എന്ന് പറയാം. ഇതിൻ്റെ നോക്കിയേ, ഇതിന് 5 സ്റ്റെപ്പും ഒറ്റ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്തും സൗത്തേക്കാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ആണ്. കണ്ടില്ലേ, ഇനീഷ്യൽ പൊസിഷനിൽ ഇത് എന്താണ് മാക്സിമം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് 0 ഡിഗ്രിയിൽ ഇവിടെ, പക്ഷെ EMF 0 ആണ്. അതുപോലെ ഇത് മിനിമം ആണ്, ഹൊറിസോണ്ടൽ പൊസിഷൻ ആകുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ 0 ഡിഗ്രി 90 180 ആകുമ്പോൾ വീണ്ടും മാക്സിമം ലിങ്ക്ഡ് ആണ്, പക്ഷെ ഫ്ലക്സ് ചേഞ്ച് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് 0 ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. 270 ആകുമ്പോൾ നമുക്ക് വീണ്ടും ഹൊറിസോണ്ടൽ ആകുമ്പോൾ വീണ്ടും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ 360 ആകുമ്പോൾ നമുക്ക് വീണ്ടും മിനിമം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് 2 ഹാഫ് സൈക്കിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു DC ജനറേറ്ററിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുക. നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ AC ആണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഒരു 1 റെവല്യൂഷൻ ആകുമ്പോൾ നമുക്ക് AC ആണ് കിട്ടുന്നത്. പക്ഷേ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, കമ്പോണൻ്റ് ആണ്, ഒരു കീ കമ്പോണൻ്റ് ആണ് നമ്മുടെ DC ജനറേറ്ററിൽ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ DC ജനറേറ്ററിൻ്റെ പാർട്സും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗുഡ് ബൈ.